വാര്യരെ KPCC ജനറൽ സെക്രട്ടറിയാക്കാനുള്ള നീക്കത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയൻ പൂക്കാടൻ സന്ദീപിനെ വലിയ ആളെ പോലെ പാർട്ടി കെട്ടി എഴുന്നള്ളിച്ച് നടക്കുന്നതിൽ അതിശയമാണ്. സന്ദീപ് വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായെന്നുമാണ് വിമർശനം. സന്ദീപ് കോൺഗ്രസ് ആയി മാറിയിരുന്നെങ്കിൽ RSSന് സ്ഥലം വിട്ടുകൊടുക്കുമെന്ന് പറയില്ലായിരുന്നുവെന്നും വിജയൻ പൂക്കാടൻ പറഞ്ഞു. ഇതേതാണ് ഒരു വേട്ടാവിളിയെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് പോലും. ഞാൻ ഇന്ന് വരെ ഇയാളെ പേര് കേട്ടിട്ടില്ല, ഇപ്പോഴാണ് കേട്ടത്. ഇതുപോലത്തെ വേട്ടാവളിയന്മാർ ഈ പാർട്ടിക്കകത്ത് ഉണ്ടെങ്കിൽ ഈ പാർട്ടി എവിടെയാ രക്ഷപ്പെടേണ്ടത്? എന്തൊക്കെ കളവുകളാ പറയുന്നത്. പാലക്കാട് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇവനിക്ക് തലക്ക് സുഖയില്ലേ? എന്തെന്നാ ഈ പുള്ളിയെല്ലാം പറയുന്നത്? ഇത്ര ചരിത്ര ഭൂരിപക്ഷത്തിൽ നേടിയ വിജയിച്ച സ്ഥലത്ത് കോൺഗ്രസിന് പരാജയം ഉണ്ടാകുന്ന ഈ വേട്ടാവളിയം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം കഴുതകളാ കേരളത്തിലെ ജനങ്ങൾ. അതെയോ? എനിക്കറിയില്ല എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യം. അത് ഓൺ ചെയ്തിട്ടും കൊണ്ടാ ഈ വേട്ടാവിളി. അപ്പൊ കാരണം ഇത് പ്ലേ ചെയ്തിട്ട് എൻ്റെ അടുത്ത് 2 ഫോണില്ലാത്തത് കൊണ്ടാണ് ഞാനിതിപ്പോ ഇങ്ങനെ പറയുന്നത്. ഇതിപ്പോ സുഹൃത്തിന്റെ ഫോൺ വാങ്ങിച്ചിട്ടാ. അപ്പൊ ഈ വേട്ടാവളിനൊക്കെ ഏടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഗവൺമെന്റ് ആസ്പത്രിയോ അല്ലെങ്കിൽ കോഴിക്കോടോ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയണം പാർട്ടി നേതൃത്വത്തോട്. ഇത് കേട്ട എന്തൊക്കെയാ പറയുന്നുള്ള കാര്യം. സെക്രട്ടറി ആവാൻ കഴിവുള്ള അതിപ്രഗത്ഭന്മാരായ മിടുമിടുക്കന്മാരായ ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഇയാൾ അതിയാ ഉണ്ടാ ആരും അറിയില്ലേനും കേട്ടാ. എനിക്ക് മാത്രമല്ല അറിയൂ മിടുക്കന്മാരായ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം. ബാക്കിയൊക്കെ ഊടന്മാരല്ല ഇത്ര ഈ പാർട്ടിക്കകത്തുള്ളത്. എടാ നീ ഒരു കാര്യം ചെയ്യ്, ഇതേ പാർട്ടിക്കകത്ത് തന്നെ ഈ മിടുമിടുക്കന്മാർക്കായ ആൾക്കാർക്ക് സ്ഥാനം കൊടുക്കാതെ സന്ദീപ് വാര്യരല്ല പേറ്റ് കിടക്കുക മറ്റുള്ളവര്. അതിനൊക്കെ ഒന്ന് വായു വർക്ക്. ഒരു സ്ഥലത്ത് മത്സരിക്കാൻ അങ്ങ് ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 50 വർഷം 35 വർഷം 40 വർഷമൊക്കെ അങ്ങ് പേറ്റ് കിടക്കുക. അതിനൊക്കെ നിന്റെ വായ തുറക്ക്. അല്ലാതെ ഈ വിഡ്ഢിത്തല്ല വിളിച്ച് പറയേണ്ടത്. എങ്ങനെയെങ്കിലും പാർട്ടി ഒരു കരകയറാൻ നോക്കുമ്പോൾ അതിനൊന്നും അനുവദിക്കത്തില്ല. എന്നിട്ട് നിന്നെയൊക്കെ ഊളക്കുറെ മാധ്യമങ്ങളുടെ തലമുതിർന്ന നേതാവ് 10 വയസ്സിന്റെ വിവരം ഉണ്ടാണോ? പിന്നെ നീ പറഞ്ഞു വെക്കുന്നത് എന്താ? RSSന് സന്ദീപ് വാര്യർ സ്ഥലം കൊടുത്തോളൂ. സന്ദീപ് വാര്യർ അല്ല കൊടുത്തു, അദ്ദേഹത്തിന്റെ അമ്മ വാഗ്ദാനം ചെയ്തതാ. അത് അമ്മയോടുള്ള സ്നേഹ, അത് മകന്റെ ബാധ്യതയാ, അത് ആ കടപ്പാട് അല്ലെങ്കിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണം. അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ സന്ദീപ് വാര്യർക്ക് അത് തിരുത്താമായിരുന്നു. പക്ഷെ അതില്ലല്ലോ, അമ്മ മരണപ്പെട്ടു പോയില്ലേ. അപ്പൊ അമ്മയുടെ എന്താ പറയേണ്ടത്, ആഗ്രഹം സഫലീകരിക്കുക എന്നുള്ളത് ഏത് മകന്റെയും ഉത്തരവാദിത്വം തന്നെയാണ്. അല്ലാതെ ഈ പ്രായം ചെല്ലുന്ന അമ്മയെ കൊണ്ടുപോയിട്ട് നടക്ക് തള്ളലോ അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ തള്ളുന്ന ആ പ്രവണത സന്ദീപ് വാര്യർക്കില്ല. സന്ദീപ് വാര്യർ ഒറ്റ തന്തക്ക് ജനിച്ചവനാ. അപ്പൊ അതുകൊണ്ട് ആ കാര്യം അമ്മ എന്താണോ പറഞ്ഞത് അത് ആ കാര്യം തന്നെ ചെയ്യണം എന്നുള്ള നിലപാട് തന്നെയാണ് ഇവിടെയുള്ള കോൺഗ്രസ് പാർട്ടിന്റെയും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരുടെയൊക്കെ ആഗ്രഹവും ഇഷ്ടവും അങ്ങനെയാ. അല്ല നീ പറയുന്നത് പോലെയല്ല ഒക്കെ കാര്യങ്ങൾ. അതുകൊണ്ട് വാക്കുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നുമില്ലെങ്കിൽ നീ AICCന്റെ കുളാണ്ടർ സ്ഥാനത്ത് ആയിന്നൊക്കെ ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നിന്നെയൊക്കെ അവിടെ ആക്കിയത് തന്നെയാണല്ലോ ഈ പാർട്ടി 448 എത്താനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഇപ്പല്ലേ മനസ്സിലായ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ഇവനെയൊക്കെ പിടിച്ചിട്ടാലും പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടുവച്ച് ഞാനിതിങ്ങനെ പറയാനുണ്ടായ സാഹചര്യം. ഇത്ര വലിയ ചരിത്ര ഭൂരിപക്ഷം നേടിയ ഒരു വിജയത്തെ പോലും ഈ പുള്ളി പറയാ പാലക്കാട് കോൺഗ്രസിന് പരാജയം ഉണ്ടായി പോലും. ഇനിയും കേക്ക് ബാക്കി. ഓക്കെ, അത് അവിടേക്ക് എത്തിയില്ല. സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് സന്ദീപ് വാര്യർ എന്നാ വന്നത് ഇലക്ഷന് തലേസാ. ഈ ഭൂരിപക്ഷം എന്താ മനസ്സിലാക്കിയ ഭൂരിപക്ഷം കൂട്ടാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറയുന്ന ഒരു കാര്യമായിട്ട് സന്ദീപ് വാര്യർ പാർട്ടി തീരുമാനം. ഭൂരിപക്ഷം കൂട്ടാൻ പെട്ടെന്ന് ഒരു ദിവസം വേണ്ട, 2 മണിക്കൂർ വൈ ചില ആൾക്കാർ വന്നാൽ അങ്ങനെയാ. അപ്പൊ പാലക്കാട് ഇത്രയും ഭൂരിപക്ഷം കൂടാനുണ്ടായ സാഹചര്യങ്ങൾ സന്ദീപ് വാര്യർ വന്നത് കൊണ്ട് തന്നെയാ ഊളെ. അത് മനസ്സിലാക്കുക. അതും എവിടുന്ന നമുക്ക് മാർജിൻ ലീഡ് കിട്ടിയത്? സംഘപരിവാറിന്റെ കോട്ടക്കൊത്തളമായ ആ മുനിസിപ്പാലിറ്റിക്കകത്തു നിന്നല്ലേ ഇവിടത്തേക്ക് കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിയതും കോൺഗ്രസ് അവരെ പിന്നെ BJPന്റെ വോട്ടിനെ കുറക്കാനൊക്കെ കഴിഞ്ഞത്. അപ്പൊ അത് സന്ദീപ് വാര്യർ മെടുക്കുക തന്നെയാണ്. നീ വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പോക്കറ്റ് അങ്ങ് വെച്ചാൽ മതി കേട്ടാ. സന്ദീപ് വാര്യർ ആരാന്നുള്ള കാര്യം കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ പാർട്ടി ഈ പ്രായം ഇത്രയായല്ലോ, ഇനി ഇറങ്ങി ഒന്ന് പോടി ചങ്ങായി. 10 വയസ്സിന്റെ ഗുണം നിന്നെ കൊണ്ടൊന്നും ഉണ്ടായിട്ടുമില്ല. ആ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവൂലല്ലോ ഈ പാർട്ടി. രാജ്യം മുഴുവൻ മടക്കി ഭരിച്ച പാർട്ടിയൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ ആയില്ലേ. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറി വരുമ്പോ നിനക്കൊക്കെ കഴപ്പ് കൂടി അല്ലെ. കഴപ്പ് BJPയിലേക്ക് കോൺഗ്രസിന് വരിവരിയായിട്ട് പോകുമ്പോൾ BJPക്കാരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ലോ. അവർ കോൺഗ്രസിന് പോയവർക്ക് എത്ര വലിയ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് അതിന്റെ തലമുതിർന്ന എന്ന് മറ്റു മാധ്യമങ്ങൾക്ക് വൈറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ?
പിന്നെ നിന്നെയൊക്കെ മാധ്യമങ്ങൾ തലമുതിർന്ന തല നിരച്ചെന്ന് പറയണോ അവന്. എന്റെ മുതിർന്ന ഇതിനകത്തൊരു മുതിർവുമില്ല, പിന്നെ എന്താ പറയുക, കീഴ്പ്പെട്ടുമില്ല. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടി നേതൃത്വം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കുക. അല്ല നിന്റെ ഒന്ന് കുണക്കുന്നത് കേട്ടിട്ടൊന്നുമല്ല ഇവിടെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് മനസ്സിലാക്കിക്കോ. എന്നിട്ട് പറയും മെഡിക്കലായ കുറെ ആൾ. മെഡിക്കലായാലെങ്കിൽ നിന്റെ പ്രായമല്ല, നീ ഒഴിഞ്ഞു കൊടുക്കാതെയോ. എന്നിട്ട് നീ മാതൃക കാണിക്ക്. എന്നിട്ട് മെഡിക്കലായ എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അല്ല ആർക്കും അറിയില്ലല്ലോ ഇവിടെ. ഇത് ഓരോരോ അണ്ടിക്കളവന്മാർ വന്ന് പെറ്റ് കിടക്കും, ആർക്കും കൊടുക്കത്തില്ല. എന്നിട്ട് ഇപ്പൊ ഒരു യുവ നേതാവ് കോൺഗ്രസ് പ്രസ്ഥാനം വലിയ ആവേശത്തിൽ, പ്രവർത്തകർ വലിയ ആവേശത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു വർഗീയതയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പകരം അതിനെങ്ങനെ തുരുപ്പ് വെച്ചിട്ട് പുറത്താക്കാൻ പറ്റും. എന്നിട്ട് BJPക്ക് സ്പേസ് വീണ്ടും നീ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയില്ല ഇന്റെ പരിപാടി അല്ലേ. എന്നിട്ട് പറയാ അവന്റെ അമ്മ പറയാ RSSന് സ്ഥലം കൊടുക്കുവാൻ. സന്ദീപ് പോലെ സ്ഥലമല്ലോ, സ്വന്തം അമ്മ പറഞ്ഞതാ. അതിപ്പോ ആർക്ക് പറഞ്ഞാലും ഇനി ആ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും പള്ളിക്ക് കൊടുക്കണം, സന്ദീപ് പോലെ കൊടുക്കണം. അത് മകന്റെ ഉത്തരവാദിത്ത. മനസ്സിലായത് എനിക്ക്. അല്ലാതെ എല്ലാവരും നിന്റെ കുടുംബത്തിൽ ചെയ്യുന്ന പോലെ ചെയ്യുന്നുള്ള ധാരണ ആർക്കും വേണ്ട ഇവിടെ. പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിനില്ലാതെ നിനക്കെന്താ ഇവിടെ പ്രശ്നം? എന്നിട്ട് അവസാനം പാർട്ടി പറഞ്ഞാൽ അത് ഞാൻ അങ്ങ് അനുസരിക്കും. നീ അനുസരിക്കേണ്ട പോട്. ഈ പാർട്ടിക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പാർട്ടി വിവാദത്തിലാക്കി മാധ്യമങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഈ കൊണക്കുന്ന വർത്താനം പറയുന്ന ഇവിടെ ലക്ഷക്കണക്കിന് ഒന്നും നേടാതെ പ്രവർത്തകരുണ്ടോ? അതാ ഈ പാർട്ടിന്റെ വിജയോ? മനസ്സിലായ? സന്ദീപ് വാര്യർ ഇപ്പൊ എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് ആക്കണോ സന്ദീപ് വാര്യറാ? അവിടെയാ BJPന്റെ ശക്തിയുള്ള മേഖല. അത് അവിടെ BJPയോട് ഫൈറ്റ് ചെയ്യാൻ ആ BJPന്റെ മുഴുവൻ എന്താ പറയുക കളരിയിൽ നിന്ന് പഠിച്ചു വന്നവനിക്ക് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മൈൻഡും കൃത്യമായിട്ടുള്ള ബോധവും ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റ് ആക്കണോ? അത്രയും നല്ല പവർഫുള്ള സന്ദീപ് വാര്യർ വന്നപ്പോൾ കേരളം മുഴുവൻ കണ്ടോ? ജനങ്ങളും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഉയർത്തെഴുന്നേൽക്കുന്നത് കണ്ടിട്ടില്ലേ? കട്ടൗട്ട് വരെ വന്നിട്ടാ ഇപ്പോ. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവ് ഇപ്പൊ കടന്നു വന്നപ്പോൾ ഇവൻ വലിയ അങ്ങ് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന നേതാവ് മാധ്യമങ്ങൾ ഏത് മുതിർന്ന നേതാവാണോ? ഇതിനകത്ത് അങ്ങനെ ഒരു മുതിരവും ഇല്ല, താഴ്ചയും ഇല്ല. മനസ്സിലായ? 100 കണക്കിന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരിയായിട്ട് BJPയിലേക്ക് പോയി. ആ BJPന്റെ എല്ലാ വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്കൊക്കെ അവർക്ക് പദവിയും കാര്യങ്ങളും കൊടുത്ത് അവർ അക്കോമഡേറ്റ് ചെയ്യുന്നത്. എന്നാൽ ആ പാർട്ടിന്റെ ഒരു തലമുതിർന്ന നേതാവിനും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്തേക്ക് ഒരു BJPന്റെ അടിവേലിളക്കിയിട്ട് ഒരുത്തം വന്ന് ഒരു വ്യക്തി വന്ന് ആ വന്നതിന്റെ റിസൾട്ട് ഞങ്ങൾക്കുണ്ട്. എന്നിട്ടാ പറയാ പാലക്കാട് പരാജയപ്പെട്ടു വരും കോൺഗ്രസ്. നിന്നൊക്കെ തീട്ടം മുക്കിയ ചൂലുകൊണ്ട് അടിക്കണോ? കുതിരവട്ടം കൊണ്ടേ ആക്കണോ? ഇവനെയൊക്കെ വിവരവും വിദ്യാഭ്യാസവും പൊക്കണോ ഇല്ലാത്ത ഓരോന്നിനെ പിടിച്ചിട്ട് നേതാവ് പോലും ഉളുപ്പ് വേണ്ടേ? ചരിത്ര ഭൂരിപക്ഷത്തിൽ എവിടെ വിജയിച്ചത്? ആ മണ്ഡലം ഉണ്ടായതിനു ശേഷം 17,000 ഷാഫിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. അതിന് മറികടന്നുകൊണ്ടിട്ട് ഒരു ഭൂരിപക്ഷം ജയിച്ചിട്ട് പറയാ സന്ദീപ് വാര്യർ വന്നത് കൊണ്ട് ഒന്നും നേടിയിട്ടില്ല. അത് നീ ആളെ പറഞ്ഞാൽ മതി. ചില സമയം നിന്റെ ഇത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കൂ. ഇവിടെ ജനങ്ങളുടെ കഴുതകളാ, വിഡ്ഢികളാ. പറയുന്നതിനകത്ത് എന്തെങ്കിലും ലോജിക്ക് വേണോടോ? RSSന്റെ അച്ചാരം വാങ്ങിയിട്ടാണെന്ന് വന്നത് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണല്ലോ കുറെ എണ്ണം അങ്ങനത്തെ ഉണ്ട് ഈ പാർട്ടിക്കകത്ത്. ഇപ്പുറം നിൽക്കുക കൂറപ്പുറം അല്ലേ? സന്ദീപ് വാര്യർ KPCCയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവനിക്ക് ഇങ്ങനത്തെ മിടുക്കനായ കുറെ ആളുണ്ട്. ആ മിടുക്കനായ ആളുണ്ട് നമുക്കും അറിയാം. അത് നിന്നെപ്പോഴുള്ള പ്രായക്കൊക്കെ പെൻഷൻ ഒഴിഞ്ഞു മാറിക്കൊടുക്ക്. എന്നിട്ട് വർത്താനം പറ, എന്നിട്ട് മാതൃക കാണിക്ക്. അല്ലാതെ വായിക്ക് തന്ന കോതക്ക പാട്ടല്ലാക്കണ്ടേ കേട്ടാ. മറ്റുള്ളവരെ അപ്പുറത്തേക്കുള്ള ഡയലോഗ് എന്തിവേ? RSSന് സ്ഥലം കൊടുക്കുവോ? RSSന് കൊടുക്കുവോ? സന്ദീപ് വാര്യർ കൊടുത്ത RSSന് സ്ഥലം ഇനി വന്ന ശേഷം ഇവന്റെ ഒക്കെ മനസ്സിനകത്തുണ്ടാകുന്ന ആ നശിച്ച ചിന്താഗതിയുടെ അതാണ്. എന്നിട്ട് പറയാ AICCന്റെ എന്തോ വലിയ തമ്പ്രാനാ പോലുവേ, എന്തോ മെമ്പറാ പോലും. അന്നറിഞ്ഞാൽ മതി ഈ വിവരം കെട്ടവരെയൊക്കെ പിടിച്ചാവടിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെ വളരാനാ? വിവരം വേണ്ടേ ഒന്നുമില്ലെങ്കിൽ? മൂപ്പർ കണ്ടെത്തിയ പരിപാടിയാ ഏതായി വേട്ടാവളിനൊക്കെ. ഇതൊക്കെ എവിടെ നിന്നാണ് ഇപ്പം വരുന്നടോ? ഞാനിതുവരെ പേരൊന്നും കേട്ടിട്ടില്ല. എന്താ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും ഇവന്റെ ഒക്കെ പേര് കേട്ടൊന്നും പറഞ്ഞാട്ടെ. ഞാൻ കേട്ടിട്ടില്ല, സത്യമായിട്ട് ഞാൻ പറയുന്നത് കേട്ടാ. അതിന് പേരും പൂക്കോടൻ എന്താണ് പേരും കണക്കായ പേരും. ഇങ്ങനത്തെ കുറെ എണ്ണുണ്ട് ഇവിടെ. BJPന്റെ അടിവേരർത്ഥത്തിൽ BJPക്കാർക്ക് പോലും ഇപ്പൊ ഒരു വിലയിരുത്തേണ്ടി വന്ന് സന്ദീപ് വാര്യർ പോയപ്പോഴും പാർട്ടിക്ക് ചെറിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് സ്റ്റേറ്റിന്റെ BJPന്റെ നേതൃത്വം സെൻട്രൽ അവരെ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലും ഈ പോങ്ങനെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഈ പോങ്ങം പറയാ
സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് പാർട്ടിക്ക് പരാജയം ഉണ്ടായി പോലും. ഒറ്റ രാത്രി കൊണ്ടാണോ ഇത്രയും ഭൂരിപക്ഷം ഇങ്ങോട്ട് ആള് വരുന്നത്? 1 മണിക്കൂർ മതിയോടോ. നിന്നെപ്പോഴവൻ പോയി കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളിങ്ങോട്ടേക്ക് വരും. അതും ഞങ്ങൾ കാണിച്ചു തരാം. മനസ്സിലായ? എന്തെങ്കിലും വിളിച്ച് പറയല്ല കേട്ടാ. എന്നിട്ട് ഈ നാണക്കേടായിരിക്കും ACCന്റെ വക്താവ് പോലും ഇത്ര വിവരം കെട്ടവനെയൊക്കെ പിടിച്ചിട്ടാക്കേണ്ട ഗതികാട് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാ? നിങ്ങൾ നോക്കൊരു സത്യത്തിലല്ലേ ഈ ചെങ്ങായി വളച്ചൊടിച്ചത്? സത്യത്തെ നമ്മളെ മുമ്പിൽ കാണുന്ന സത്യങ്ങളില്ലേ, ആ സത്യത്തെ അയാൾ തിരസ്കരിച്ചിട്ട് സംഘപരമാർ പറയാവുന്നത് അപ്പുറത്തേക്ക് പച്ചക്കളവ്, ശുദ്ധ അസംബന്ധം, ശുദ്ധ തെമ്മാടുത്തെന്ന് പറയാ. ഈ പാർട്ടിന്റെ ഉപ്പും ചോറുന്നാക്കിയിട്ട് പറയാ ഇവനൊക്കെ വന്നിട്ട്. സന്ദീപ് വാര്യരുടെ വ്യക്തിവിദ്വേഷമോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് വേറെ തരത്തിൽ സംസാരിക്കുക. അല്ലാതെ കോൺഗ്രസ് പാർട്ടിയെ പ്രതിക്കൂട്ടുന്നതിന് ഈ ഭൂരിപക്ഷം ഇല്ല, സന്ദീപ് വന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം മടയന്മാരാണോ ഈ കേരളത്തിലെ പൊതുസമൂഹം? അതെയോ? അല്ലെങ്കിൽ CPM-നോട് അച്ചാരം വാങ്ങിയിട്ടാണോ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്? ഇവനെയൊക്കെ വെച്ചിരിക്കാൻ പാടില്ല, പാർട്ടിക്കകത്ത് 1 മണിക്കൂർ വെച്ചിരിക്കാൻ പാടില്ല. അന്ന് ആ സ്റ്റേറ്റ്മെന്റ് വന്ന സ്പോട്ടിൽ വെളിക്കളയേണ്ടത്. അതിന് തന്റെ ഇടയിലുള്ള നേതൃത്വം ഇല്ലല്ലോ നമ്മളെ അല്ലേ? ഈ നേതൃത്വത്തിന്റെ വ്യാധി ഇവനെയൊക്കെ കണ്ടിട്ട് ഈ പാർട്ടിയുടെ നിലനിൽക്കുന്ന പൊന്ന് കായ്ക്കുന്ന മരായാലും വീട്ടിലെ നേരെ ചാനൽ അത് വെട്ടി മാറ്റണം. അതാ വേണ്ടത്. അല്ലാതെ കുറേ ഓർക്കപ്പായി എഴുന്നേറ്റിങ് വരും. നേരാമണ് സംസാരിക്കാൻ പോലും കഴിയില്ല. എന്നിട്ട് വന്നിട്ട് മാധ്യമങ്ങൾ അതിന് കണക്കായിട്ട് തലമുതിർന്ന നേതാവ്, തലമുതിർന്ന എല്ലാം തലമുതിർന്നിയ മണ്ഡലം തലത്തുനിന്ന് ഒരുത്തന്നെ ഏതെങ്കിലും കോൺഗ്രസ് അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ തലമുതിർന്ന ആയി. എന്നിട്ട് ഇങ്ങനെ പറയാനോ, എന്നിട്ട് അതിങ്ങനെ പൊക്കിയിട്ട് കുറെ അന്തം കമ്മികളും ഇതും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് കൂടി ഇങ്ങനെ ഇതാ നിങ്ങളുടെ വലിയ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ എന്ന് പറയും. നേരെ വെച്ച് അവരെ കൊണ്ട് കുറ്റം പറഞ്ഞാൽ പച്ചത്തെറിയും വലിച്ചിട്ട് അതും വരും. അത് വിഷയം വേറെ. എന്നിട്ട് ഒരു പാർട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് വരാൻ വേണ്ടി നോക്കുമ്പോൾ അതിനെ അനുവദിക്കത്തില്ല. എന്നിട്ട് വീട്ടിൽ അവിടെ ഇടയും കുത്തിരുന്നിട്ട് കുറച്ച് മാധ്യമങ്ങളെ ഇങ്ങ് വിളിക്കുക, എന്നിട്ട് അവർ സാമാനവും പിടിച്ച് പോവുക, എന്നിട്ട് ഇല്ലാതെ പ്രിവിലേജ് അവർക്ക് കൊടുക്കുക, എന്നിട്ട് അങ്ങ് പ്രവചിച്ച് അത് എതിർപ്പ്, അത് പൊട്ടിത്തെറി, ഉണ്ടത്തെറി, ആനമുട്ട. മനസ്സിലായ? പോയി പണി നോക്കണോ ഇങ്ങനെ. ഇവനൊന്നല്ല ഈ പാർട്ടിന്റെ ആള് കേട്ടാ. സന്ദീപ് വാര്യരെ തിരുവനന്തപുരത്തെ പ്രസിഡന്റ് ആക്കണം. അതിന് ഞങ്ങൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. മനസ്സിലായോ? തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കുറച്ച് അടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ആ DCC പ്രസിഡന്റ് 10 പൈസ കൊള്ളത്തില്ല. കാരണം ഞങ്ങൾ അവിടെ ഉള്ള വാർഡ് പോലും BJPക്ക് കൊടുത്ത് BJP ഈ ബൈ ഇലക്ഷനിൽ പോലും വിജയിച്ചത്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ആ തിരുവനന്തപുരത്തിന് അന്ന് തിരിച്ചു പിടിക്കാൻ സന്ദീപിനെ പോലുള്ളവർ തന്നെയാണ് അവിടുത്തെ DCC പ്രസിഡന്റ്. യുവത്താണ്, പവർഫുള്ളാ. അങ്ങനെ ആക്കണോ? എന്നിട്ട് ഇവന്റെയൊക്കെ കുരു പൊട്ടുന്നെങ്കിൽ പൊട്ടി ഒലിക്കട്ടെ. ഈ മിന്നാമിനിങ്ങിന്റെ വിചാരമുണ്ട് എന്റെ കുണ്ടിന്റെ വെളിച്ചം കണ്ടിട്ട് ഈ 110 ലോകം നടക്കുന്നെന്ന് അതുപോലത്തെ ഇവന്റെ ഒക്കെ വിചാരം. എന്നിട്ടും നാളെ മിടുക്കന്മാരായ നേതാക്കന്മാര് പാർട്ടി അങ്ങനെ പറയാൻ ഇവനിക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ ഇവൻ ആദ്യം ആ സ്ഥാനം വഹിക്കുന്ന സ്ഥലത്ത് എനിക്ക് പ്രായമായി ഞാൻ ഒഴിഞ്ഞു പോകാം. ഇനി ഒരു മിടുക്കനായ ആളെ അവക്ക് എന്ന് പറയണ്ട, പറയൂലല്ലോ. പറയോ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഓരോരോ കാൻഡിഡേറ്റും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ എന്ന് പറയുന്ന കുറെ എണ്ണോ എത്ര വട്ടാണ് ഓരോ പാർലമെന്റിലും അസംബ്ലിയിലൊക്കെ അങ്ങ് പെറ്റ് കടക്കുകയല്ലേ അല്ലേ? പിന്നെ ഇതേ യുവാക്കൾക്ക് ഇവിടെ സ്പേസ് കിട്ടുക. എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു പുതിയൊരാള് നല്ല നിലപാടോടുകൂടി വന്ന് കോൺഗ്രസിനൊരു ഉണർവ് തന്ന് പ്രവർത്തകന്മാർക്ക് ആവേശമായി അങ്ങനെയുള്ള ഒരു നേതാവ് ഈ BJPന്റെ അടിവേരത്തെ ഇപ്പുറം വരുമ്പോ പുള്ളിക്ക് പിടിച്ചിട്ടില്ല. എന്നിട്ട് പുള്ളി താത്വിക അവലോകനം ചെയ്തിട്ട് പറയാ അങ്ങനെ കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ RSSന്റെ സ്ഥലം അവന് വിട്ടുകൊടുക്കുമായിരുന്നു. ഇവന്റെ വർത്താനം കേട്ടൊക്കെ സന്ദീപ് വാര്യർ കൊടുത്തതാ. സന്ദീപ് വാര്യരെ കാശൊക്കെ വാങ്ങിച്ച സന്ദീപ് വാര്യർ എടുത്ത സ്ഥലം സന്ദീപ് വാര്യരെ അല്ല. സന്ദീപ് വാര്യരുടെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട് വാഗ്ദത്തം ചെയ്ത് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര തന്നെ. അത് സന്ദീപ് വാര്യർ എടുത്തോന്നും പറഞ്ഞില്ല. അതിന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞതാണ് അമ്മന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ചെയ്യേണ്ടി വരും. അത് സ്നേഹമുള്ള അമ്മയോട് മക്കൾ ചെയ്യുന്ന കാലപ്പാട് തന്നെയാ. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ മദറോ എന്റെ ഫാദറോ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവര് മരണപ്പെട്ടു പോയി ഞാനത് ചെയ്യൂ. അത് ഞാൻ വിശ്വസിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ കൊടുക്കണമെന്നില്ല. ചില സമയം അവര് CPM-ലായിരിക്കും വിശ്വസിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലായിരിക്കും വിശ്വസിച്ചിട്ടുണ്ടാകുക. അവർക്ക് കൊടുക്കണം എന്ന് അത് കൊടുത്തേ പറ്റൂ. അത് അമ്മയോടുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധതയാ. അത് മനസ്സിലായി. അതുപോലും തിരിച്ചറിയാൻ വകതരിവില്ലാത്ത ഇവനൊക്കെ വന്നിട്ടാണ് വലിയ അങ്ങ് കുണാണ്ടർ പോലും. എന്ത് കുണാണ്ടർ? അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറഞ്ഞങ്ങ് വെക്കുക, സന്ദീപ് വാര്യരെ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയുള്ള പ്രയത്നവുമായിട്ട് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിൽക്കണം.
ഓക്കെ